ഇന്ന് ഞാൻ നമ്മളെ കൂടെ ഉള്ളത് ഞാൻ ഗസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല, എൻ്റെ തന്നെ ഫ്രണ്ട്സായ ഞങ്ങളെല്ലാ രീതിക്കും നമ്മളെ വണ്ണം നെറ്റിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇന്നുള്ളത്. സോ ഇന്ന് അതിന് അവരുടെ ജേണിയും എല്ലാം നമ്മൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു ജേണിയാണ് അവർ. സോ അതിനെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ ലിയോൺ ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടേഴ്സായ അർഫാൻ ഉസ്മത്താണ് നമ്മൾ ഗസ്റ്റായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. സോ വെൽക്കം ടു വണ്ണം ഷോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു താങ്ക്സ് പറഞ്ഞിട്ട് സ്റ്റാർട്ടാണ്. ഞങ്ങളെ വണ്ണം നൈറ്റിന് ഭയങ്കര രീതിയിൽ നമ്മളെ ബാക്കിംഗ് ആക്കിയ രണ്ടാൾക്കാരാണ് നമ്മൾ കൂടെ ഉള്ളത്. അർഫാനും ഉസ്മത്തും, ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് ലിയോൺ ബിൽഡേഴ്സ്. ഇതിൽ ഫസ്റ്റ് വണ്ണം നൈറ്റിൻ്റെ ഒരു ഓർഗനൈസേഴ്സ് ഒരാളാണ്. ഇതിൽ ഞങ്ങൾക്ക് ഭയങ്കര കടപ്പാടുണ്ട് നിങ്ങളോട്. ബിഗ് താങ്ക് യു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റിലേക്ക് വരാം. ലിയോൺ ബിൽഡേഴ്സ് ടോക്ക് ഓഫ് ദ ടൗൺ. ഇപ്പോൾ ടോക്ക് ഓഫ് ദ ടൗൺ ആക്കി മാറ്റിയല്ല അല്ലെ? ഇപ്പോൾ കൊച്ചിയിൽ ലേറ്റസ്റ്റ് ഇനോഗ്രൽ കൊച്ചിയിലാണെങ്കിൽ ഇനോഗ്രേഷൻ ആക്കിയത് ചർച്ച ഫുള്ളായത് കാസർഗോഡ്. നമ്മളിവിടുത്തെ രണ്ടാൾ പോയിട്ട് അവിടെ നിന്ന് അതിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ ലിയോൺ ബിൽഡേഴ്സ് എന്നുള്ളത് മെയിൻലി ഞാനൊരു വിഷനോട് തുടങ്ങിയൊരു സംഭവമാണ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേരളം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ബിസിനസ് പരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആശയത്തിന് നിൽക്കുന്ന സമയത്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യണം. അപ്പോൾ ഈ രീതിയിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെയും ഡ്രീംസിലേക്ക് നമുക്ക് കൂടെ നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന പറ്റുന്ന അതേപോലുള്ള ആളുകളെയും കൂടെ നിന്ന ആ ഒരു കോൺഫിഡൻ്റ് ആണ് നമ്മൾ ഇതിലേക്ക്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട്, മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും കൺസ്ട്രക്ഷൻ ബിഗ് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹർഫാൻ ആണെങ്കിലും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവന് ഫസ്റ്റ് നമ്മൾ ഒരു ട്രാവലിംഗ് ചെയ്യും. ഇപ്പോൾ മാംഗ്ലൂർ ആണെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലും, അതായത് മാംഗ്ലൂരെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ ടവേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ എന്നോട് നിന്നിട്ട് ഇങ്ങനെ പറയും, ഇതുപോലത്തെ വരണം, അത് കെട്ടണം ആ ഒരു. അപ്പോൾ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് ഡിഗ്രീൻ്റെ ആ ഒരു ഏജിൽ, നമ്മൾ 19th ഏജിൽ തന്നെ നമ്മൾ ഡ്രീംസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വരണം, ബിൽഡേഴ്സ് ആവണം, ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു നമ്മളെ വിഷയം കാര്യങ്ങൾ മുമ്പ് തന്നെ ഉണ്ടായത്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഇതല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ അതിലേക്ക് കടന്നു. ഓക്കെ, ഇത് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ട് ഈ ഒരു വിഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് കൺസ്ട്രക്ഷൻ. ബിഗ് നമ്മളെ കൺട്രിയിൽ തന്നെ ബിഗ് പ്ലേയേഴ്സ് റൂൾ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് കൺസ്ട്രക്ഷൻ. അതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫിയർ ഉണ്ടായിട്ടുണ്ടാവുന്ന ഉറപ്പുണ്ട്. കാരണം ഇവരൊക്കെ കോമ്പീറ്റ് ആക്കേണ്ടത്. ആക്ച്വലി എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ, ഒരു ബിസിനസ് മാൻ ആദ്യമായിട്ട് വേണ്ട ഒരൊറ്റ കാര്യം, അതായത് ബിസിനസ്സിൽ നമ്മൾ ഇനി എന്തുണ്ടായിട്ടും കാര്യമില്ല, ബിസിനസ്സിൽ ടാലൻറ്റോ ബിസിനസ്സിൽ നമ്മൾ ഓവർ നോളജോ. കാരണം ബിസിനസ് ഇപ്പോൾ +2 തോറ്റ ആൾക്കാർ വരെ ബിസിനസ്സിൽ ഏതോ ലെവലിൽ എത്തിയിട്ടുണ്ട്, വേറെ എക്സ്ട്രാ ലെവലിൽ എത്തിയ ആളുകളുണ്ട്. പക്ഷെ ബിസിനസ്സിൽ നമുക്ക് ആദ്യം വേണ്ട സംഭവം തന്നെ കറേജാണ്. എന്തിനെ നേരിടാനുള്ള കറേജ്. അതിന് എന്ത് കാര്യം ആയിക്കോട്ടെ, ഇനി എത്ര ടഫസ്റ്റ് സംഭവം ആയിക്കോട്ടെ, നമുക്കിനി ലൈഫ് റിസ്ക് സംഭവം ആയിക്കോട്ടെ, പക്ഷെ അതിനൊക്കെ നേരിടാനുള്ള കറേജാണ് മൈൻഡ് സെറ്റിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഫിക്സ് ആക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിന് ടാലൻ്റ് ആണെങ്കിൽ നോളജ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ വർദ്ധിച്ചോളും നമ്മൾ ആ ഒരു കറേജ് മൂവ്മെൻറ്റിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഫിയർ എന്നുള്ളത് ഞാൻ ഇനി ഏത് ബിസിനസ്, അത് ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ ആണോ ഇനിയിപ്പോൾ വേറെ ഏത് ഞാൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിലോ, ഫിയർ എന്നുള്ളൊരു സംഭവം നമ്മൾ അതിലേക്ക് വെക്കാനേ പാടില്ല. കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു അംബാനീൻ്റെ ഒരു ഇത് കാണുന്ന സമയത്ത് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് കറേജ്. ഓക്കെ, അപ്പോൾ അർഫാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് കുറേ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് പറഞ്ഞത്, റാദർ ദാൻ ഫോക്കസിങ് ഓൺ ലിയോൺ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഇവിടെ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അണ്ടർ ഡെവലപ്ഡ് ആണ് നമ്മുടെ സിറ്റി. ഇപ്പം നിങ്ങൾ കൊച്ചിയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറയും, എത്ര ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസിനെ നമുക്ക് എത്ര വർഷം എടുക്കും ഒരു മാറ്റിയിട്ട് എടുക്കുന്നെങ്കിൽ. അതായത് നമ്മുടെ കാസർഗോഡും ഒരു Tier 1 സിറ്റീസും ഒരു ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഒരു കൊച്ചിയിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ എത്രമാത്രം ഡിഫറൻസ് നമ്മുടെ സിറ്റിയും അവിടെ തമ്മിലുണ്ട്. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ കാസർഗോഡ്
അതിനെ ചിന്തിക്കാൻ പോലും തുടങ്ങിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മെയിൻ അത് നമുക്ക് അതിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിന് എക്സിക്യൂട്ട് ചെയ്യാത്തത് അല്ല, മെന്റാലിറ്റി തന്നെയല്ലേ ഡിഫറൻസ്. ഈ നമ്പർ 1 എനിക്കിപ്പോൾ ഞാനിപ്പോൾ കുറേ ബിസിനസ് ആൾക്കാരോടും സംസാരിക്കുന്നുണ്ട്, നോർമൽ പീപ്പിൾസിനോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഏജിലുള്ള ആൾക്കാരോടെല്ലാം സംസാരിക്കുന്ന സമയത്ത് അവർ ചിന്ത എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കൊച്ചിയിലുള്ള ആൾക്കാരാണെങ്കിൽ ബാംഗ്ലൂർ, മുംബൈ അതുപോലുള്ള സിറ്റീസിലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന രീതി തന്നെ വേറെ തന്നെയാണ്. അതായത് ഇപ്പോൾ AI കാലം വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കാസർഗോഡിലുള്ള ആൾക്കാർക്ക് എന്താണ് AI എന്ന് പോലും ഞാൻ അത് പറയുമ്പോഴാണ്. കാരണം ഇപ്പം എനിക്കിവിടെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ സ്റ്റാഫ്സിനോടാണെങ്കിൽ ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ ChatGPT എന്നുള്ള ഒരു സംഭവം ചോദിക്കുന്ന വന്നൊരു സമയത്ത് എന്താണ് അത് കേൾക്കാത്തവരാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മുടെ സോഷ്യലി നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും സോഷ്യലി നമ്മൾ ആവശ്യകരമായ കാര്യം നമുക്കിപ്പോൾ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഫ്യൂച്ചർ, എല്ലാവർക്കും ഡ്രീംസ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഉണ്ട്. ഡ്രീംസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഡ്രീംസിലേക്ക് പോകുന്ന രീതികളാണ് വ്യത്യസ്തം വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുന്ന സോഷ്യലി പല എൻ്റർടൈൻമെൻറ്റ്സിലും കാര്യങ്ങളിലേക്കാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോൾ വരുന്ന ടെക്നോളജി കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്തൊക്കെ പുതിയ സാധ്യതകളാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെയുള്ളതിലേക്കാണ് അവിടെ ശ്രദ്ധയും. അല്ല, ഇവിടെ മെയിൻ തന്നെ പറഞ്ഞു ഇവിടുത്തെ മെന്റാലിറ്റിയാണ് ഇവിടുത്തെ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ USA ഇപ്പോൾ എലോൺ മസ്കിന്റെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. എലോൺ മസ്കിന്റെ 10ാം വയസ്സിലാണ് കോഡ് ചെയ്തിട്ട് ഒരു ഗെയിം സെല് ചെയ്യുന്നത്. അതും $500 സെല് ചെയ്യുന്നത്. അപ്പോൾ എലോൺ മസ്കിന് ഇപ്പോൾ ഏകദേശം 50 ഏജ് അങ്ങനെ എന്തോ, അപ്പോൾ 50+ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1980s അവർ എലോൺ മസ്ക് എന്ത് ചെയ്തിട്ടുള്ള ആ ഗെയിം സെല് ചെയ്തിട്ടുള്ള. ഇന്നാണെങ്കിലും നമുക്ക് ഒരാൾക്ക് പോലും ഗെയിം ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ കാലങ്ങൾ മാറുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ യൂസേഴ്സ് ആകുന്നു. USA പോലുള്ള ആൾക്കാർ അതിൻ്റെ മേക്കേഴ്സ് ആകുന്നു. എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ നേരത്തെ മുതലോട് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റുകളുടെ പേര് ചോദിച്ചെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു 4-5 സയൻറ്റിസ്റ്റുകളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അതിലുള്ള 4 പേരും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളായിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിലുള്ള മഹാന്മാരെ, കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു 10 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി, അതായത് ഒരു 4-5 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഒരു 5 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചോദിച്ചെങ്കിൽ പറയാൻ പറ്റും. എന്നാൽ അതേ അവരോട് പോയിട്ട് ഒരു സയൻറ്റിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഒരു മാറ്റം വരുത്തിയോട് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ്റെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അതിന് ഉത്തരമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച്, ദി കോർ ചേഞ്ച് ചെയ്യണം. അതായത് ഏറ്റവും എക്സ്പോഷർ കിട്ടുന്ന ആൾക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല. ഇപ്പോൾ സയന്റിസ്റ്റ് പറഞ്ഞ് ഇപ്പോൾ ടീച്ചേഴ്സ്, അപ്പോൾ ഇവർക്കെല്ലാം എക്സ്പോഷർ കിട്ടുന്നില്ല. എന്റർടൈനേഴ്സിനാണ് എക്സ്പോഷർ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടണം, അത് എന്റർടൈൻമെന്റ് ചെയ്യുന്നവർക്കും കിട്ടണ്ടെന്നല്ല പറയുന്നല്ല. പക്ഷെ സയന്റിസ്റ്റ് ആണെങ്കിലും ഇതുപോലെ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. കാരണം ഒരു സ്റ്റുഡന്റിനെ ബിൽഡ് ആക്കുന്നതും എല്ലാം ചെയ്യുന്നത് ടീച്ചർ, പാരന്റ്സിന് അതേ റോൾ ഉള്ള ആൾക്കാരാണ് ടീച്ചേഴ്സ്. കാരണം നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മുടെ ഔട്ടർ ഡെവലപ്മെന്റ് ആണ് മാറണം. അപ്പൊ അത് ഈ പുറമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മാറില്ല, നമ്മൾ എറ്റ് ദി കോർ തന്നെ അത് നമ്മൾ ഇത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് 4-5 വയസ്സിൽ തന്നെ ആ കുട്ടിക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്. കാരണം ആ കുട്ടിക്ക് മഹാന്മാരുടെ പേരാണോ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്, ഇപ്പോൾ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ളതാണ്. ഞാൻ പല USA കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, ചൈന, അതിലിപ്പോൾ ചൈനയിൽ തന്നെ ഏറ്റവും വലിയ ഞാൻ ഇതിൽ കാണും, അവരുടെ ചെറുപ്പം മുതലേ കോഡിങ്ങും കാര്യങ്ങളും ഇതൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇതിപ്പോ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് വെച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതിലിപ്പോൾ പറയാനുള്ളത് വെച്ചാൽ മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്നോളജി വരെ മാത്രമല്ല ഓവറോൾ മാറിയാലേ നമുക്ക്. കാരണം ഇനി ഇവിടെ റിസ്ക് ടേക്കിങ് ആൾക്കാർ വരണം എവിടെ മെന്റാലിറ്റി. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മെ കുറിച്ച് മുമ്പ് സംസാരിച്ച പോലെ വാറൻ ബഫറ്റ് എല്ലാം പറഞ്ഞ പോലെ നമ്മളാൾക്കാർ സേവിങ്സിനാണ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ്. നമ്മളൊരു എമൗണ്ട് ഉണ്ടാക്കും, പിന്നെ സേവ് ആക്കും, പിന്നെ ആ സേവിങ്സിനെ ഇതാക്കി ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ പുറമേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ന്യൂ ട്രെൻഡാണ് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ഇതുവരെ ആ ഒരു സംഭവം എത്തിയിട്ടില്ല. ഇപ്പോൾ മുമ്പ് എല്ലാവരും പറഞ്ഞ ഒരു ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തിലേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, സേവിങ്സിനേക്കാൾ. കാരണം സേവിങ്സിനല്ല അവിടെ വെച്ചത് അത് അവിടെ തന്നെ ഉണ്ടാവത്തല്ലേ. സോ ആ പൈസ നിങ്ങൾക്കത് മോർ ദാൻ അതിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി. ഇപ്പൊ മുവാസ് പറഞ്ഞ പോലെ ഇപ്പൊ സേവിങ്സ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ ഓരോ വർഷവും ഇൻഫ്ലേഷൻ റേറ്റ് എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ജനങ്ങൾക്ക് അത് അറിയുന്നില്ല, പണപ്പെരുപ്പം എന്ന് പറയും. ഓരോ വർഷവും നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ടോട്ടൽ വേൾഡ് നോക്കുന്ന സമയത്ത് ഏകദേശം 5% to 6% അടുക്ക് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരാൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു 10 years കഴിഞ്ഞാൽ ഏകദേശം 60% അടുക്ക് 50% അടുക്ക്
ഇൻഫ്ലേഷൻ വന്നു. അപ്പോൾ ആ 10 ലക്ഷത്തിന്റെ മൂല്യം എന്ന് വെച്ചാൽ 5 ലക്ഷമായിട്ട് അത് കുറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഈ കാര്യങ്ങളൊന്നും ഈ ജനങ്ങൾക്ക് അറിയുന്നില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ വെൽത്ത് മാനേജ്മെന്റ് കമ്പനി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ കുറേ ക്ലയൻസും കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് റിച്ച് ആണ്, ക്വിക്ക് റിച്ച് സ്കീമാണ്. അതിന്റെ ഒരു സൊല്യൂഷൻ ഇപ്പൊ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഭവം, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ആളുകൾ, ഇപ്പൊ നമ്മൾ ഈ വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിന് അവർ കാണുന്നത് തന്നെ പണം പോകുന്ന ഒരു സംഭവമായിട്ടാണ്. കാരണം ഒബ്വിയസ്ലി, കാരണം പണം ഇൻവെസ്റ്റ് ചെയ്താൽ പണം പോകും. അപ്പോൾ എങ്ങനെയാണ് ഈ പുറമ്പുള്ള ആളുകളും ഈ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളും ഇപ്പൊ നമ്മള് ഓൾറെഡി ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആളുകൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നത്? റിസ്ക് ടേക്കിംഗ് കുറവാണ്. മെയിൻലി റിസ്ക് ടേക്കിംഗ് കുറവെന്നല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം റിസ്ക് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു എവറിത്തിങ് ഈസ് റിസ്ക്. ഇപ്പൊ ജോബ് റിസ്ക് ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കാറിൽ പോകുന്നത് റിസ്ക് ആണ്. കാരണം എത്ര സേഫ് ആയിട്ട് ഒരു കാറിൽ ഓടിച്ചാലും പിന്നീട് വന്ന് റോങ്, കാരണം എല്ലാം റിസ്ക് ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ റിസ്ക് ആണ്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും റിസ്ക് തന്നെയാണ്. പക്ഷെ എവിടെയാണ് പ്രശ്നം വരുന്നത് വെച്ചെങ്കിൽ നോളജ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോക്കസിൽ ഡിഫറൻസ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇപ്പം നമ്മൾ പുറമെ ഞാൻ പറഞ്ഞതുപോലെ അവർ ഈ ഒരു ഏജിന് ശേഷം, ഇപ്പോൾ ഉസ്മത് പറഞ്ഞ പോലെ എലൻ മസ്ക് ആണെങ്കിലും അതുപോലെയുള്ള അവിടെയുള്ള ആളുകൾ ഒരു 20 വയസ്സിന് ശേഷം അവർ പഠിക്കുന്നുള്ളത് ഓരോ കമ്പനീസിനെ കുറിച്ചിട്ട്, പല വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചിട്ട്, ഒരു ബിസിനസ്സിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട്, അന്ന് വരുന്ന സ്റ്റോക്ക് മാർക്കറ്റ് വരുന്ന ഡിഫറൻസസ്, അവിടുത്തെ GDP വരുന്ന, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. നമ്മളിവിടെയുള്ള ഒരു ആളുകളോട് പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്തോ വലിയൊരു തട്ടിപ്പാണ്, അത് മറ്റേതാണ്. പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏകദേശം 10, 30, 40 കൊല്ലം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 10, 30, 40 കൊല്ലമായി എന്നുള്ളത് അറിയുന്നില്ല. ഇതറിയാത്തപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റു പല റോങ് ആയ ഇതിലേക്കായിരിക്കും. അതാണ് ആ പേടി വരുന്നത്. എന്തുകൊണ്ടാണ്? നോളജ് ഇല്ലായ്മ കൊണ്ടാണ്. അല്ലാതെ അവർ അത് ഇൻവെസ്റ്റ് തെറ്റായത് കൊണ്ടല്ല, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആ വേർഡ് തെറ്റായത് കൊണ്ടല്ല, അവർ ചെയ്തത് റോങ് ആയ ഇതിലേക്ക് പോയെന്ന് മാത്രം. പിന്നെ നിങ്ങളൊന്ന് അറിയുന്നതല്ലോ, കാസർഗോഡ് ഒരു പുതിയൊരു ഇന്നോവേറ്റീവിനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കുറെ ട്രഡീഷണൽ വേ തന്നെയാണ് പിന്നെയും നമ്മൾക്ക് ഇവിടെ ഒരു അക്സെപ്റ്റൻസ്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആ സംഭവം? ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഇന്നോവേറ്റീവായ കാര്യം നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പാട് പോലെ തോന്നിയില്ല. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ, ഇപ്പം നമ്മളതേ ആൾക്കാരാണ് ഇപ്പോൾ കൊച്ചിയിലും ഇപ്പം ലണ്ടനിലെല്ലാം കാസർഗോഡാറില്ല. അപ്പം നമ്മളെ ആൾക്കാർ അവിടെ പോയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുമ്പോൾ കാസർഗോഡ് നടിക്കാറ് കാസർഗോഡ്. കാരണം ആ ഒരു മെന്റാലിറ്റി വേസ്റ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഫീൽ ആയി. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനൊക്കെ അത് ഒന്ന് അതിപ്പോ നമ്മള് UK പോകുന്ന ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ ചെയ്യുന്ന അതേ വർക്കും കാര്യങ്ങളും ആ രീതിയിലുള്ള ഒബ്വിയസ്ലി, കാരണം ഇപ്പോൾ ദുബൈക്കൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും തിങ്കിങ്ങേ മാറലാണ്. അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് മാറാം. പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവർ ഫോക്കസ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ്സിലേക്കും കൂടെ സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെൻറ്റ്സിലേക്കായിരിക്കും. പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക് ഇവർ പോകുന്നുള്ള സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓൺലി ഓപ്ഷൻ ആയിട്ട് മാറലാണ്. കാരണം അവിടെ ഓൺലി ഓപ്ഷൻ അതാണ്. ഇനി വേറെ അവർക്ക് കംഫോർട്ട് സോൺ എന്നുള്ളൊരു സംഭവം ഇല്ല. അവർ ഔട്ട് ഓഫ് ദി കംഫോർട്ട് സോൺ ആയി കഴിഞ്ഞു. അപ്പൊ ഇനി എന്ത് വെച്ചാലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന രീതിയിലേക്ക് ആവുമ്പോഴാണ് അവരുടെ മൈൻഡ് സെറ്റ് അവിടെ എത്തുമ്പോൾ മാറുന്നുള്ളത്. അപ്പൊ ഇവിടെയും നമ്മൾ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെയും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കംഫോർട്ട് സോൺ ആണ് പ്രശ്നം, മെയിൻ പ്രശ്നം. അത് എല്ലാവർക്കും തോന്നുന്ന ഒരു സംഭവമാണ്. ഡിപെൻഡഡ് ആണ് എല്ലാവരും. ഇപ്പൊ ഫാമിലി ആയിട്ടല്ല ഭയങ്കര ഇപ്പൊ എന്റെ ഫാമിലീസ് എടുത്തു നോക്കിയാൽ തന്നെ ഇപ്പൊ എന്നെക്കാളും ഇപ്പോ എന്റെ ബ്രദേഴ്സ് എല്ലാം ഉണ്ട്, കസിൻ ബ്രദേഴ്സ് എല്ലാം, അവരുടെ പാരന്റ്സ് എന്താണ് പറയുന്നുള്ള അത് അനുസരിച്ച് പോകും. കാരണം ഇപ്പൊ ഒരു റൂട്ടീന് പോലെയാണ്. ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് ഒരു ജോബ് നോക്കണം, ഗേൾസിനാണെങ്കിൽ മാരേജ്, ആ ഒരു രീതിയിൽ പോകുന്നത്. അപ്പൊ നമ്മ എല്ലാവരും ബിസിനസ് ഫീൽഡിലുണ്ടോണ്ട് നമുക്ക് ആ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയും. കാരണം നമുക്ക് എപ്പോൾ പ്രഷറാണ്, ക്ലയൻസിൻ്റെത്, ഫാമിലീസിന്റെ, സൊസൈറ്റീൻ്റെ. കാരണം ഇങ്ങനെ നോക്കുന്നതാണ്, ഇങ്ങനെ നമുക്ക് കിട്ടോ ഇല്ല, സക്സസ് ആവോ ഇല്ല, നേരെ പഠിച്ച പണിക്ക് പോയായിരുന്നു, അങ്ങനത്തെ കുറേ കേൾക്കലില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് തോന്നുന്നു അങ്ങനെ പറയും? അത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നൊരു വായിച്ചൊരു ബുക്കിൽ, ഇന്ന് മോർണിംഗ് ഞാനിങ്ങനെ വായിച്ച ബുക്കിലുണ്ട്, നമ്മൾ ജനങ്ങൾ ഏറ്റവും പേടിക്കുന്നത് ഫെയിലിയറിനെയാണ്. ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അതിവൺ എൻ്റെ
എൻ്റെ ഫാമിലീസിൽ തന്നെ ഞാൻ കണ്ടൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഇതേപോലെ മുആസിന് അതേ അനുഭവമാണ് നമുക്കും വന്നിട്ടുള്ളത്. കാരണം ഒരു ആദ്യത്തെ ബിസിനസ്സുകൾ ഫെയിൽ ചെയ്യുന്ന സമയത്ത് അവർ എന്നെ കാണുന്ന ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ്. കാരണം പക്ഷെ അവർ ആരും മനസ്സിലാക്കുന്നില്ല, ഓരോ ഫെയിലിയർ നമുക്ക് ഓരോ ലെസൺസ് തരലാണ്. അതിന് ഫേസ് ആക്കുന്ന എനിക്കറിയാം എത്ര ലെസൺ ആണ്. അതായത് ഞാൻ ആറ്റിറ്റ്യൂഡ് എവരിത്തിങ് എന്നുള്ള ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ നടക്കാൻ ശ്രമിക്കും. നടക്കുന്ന സമയത്ത് ആദ്യം ഒരാളും ഒരൊറ്റ നടക്കില്ല, വീണ് 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 പഠിക്കലാണ്. സെയിമാണ് നമ്മൾ ലൈഫിലും അപ്ലൈ ചെയ്യുന്നുള്ളത്. ഒരിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഏത് ഫീൽഡിൽ പോകുന്നുണ്ടെങ്കിലും ഫെയിലിയേഴ്സ് വരും. ആ ഫെയിലിയേഴ്സിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം. ഇപ്പൊ പറഞ്ഞു ഇപ്പൊ സിറ്റീസിൽ നിങ്ങൾക്ക് മുംബൈയിൽ ടീംസ് ഉണ്ട്, കൊച്ചിയിലുണ്ട്. പക്ഷെ അവിടെ എല്ലാവരും കുറച്ചും കൂടി സപ്പോർട്ടീവ് ആണ്, ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യും. അതാണ് മെയിൻ തിങ്. ഇവിടെ കുറച്ചും കൂടി നീ പറഞ്ഞ പോലെ ഫെയിലിയേഴ്സ് എല്ലാം എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇന്നോവേറ്റീവ് വരാത്തത്. കാരണം ഫെയിലിയറിന്റെ ഒരു പേടി. അതിപ്പോ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ട്യൂബ് ഉണ്ടാക്കി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെളിച്ചത്താണ് നിൽക്കുന്നുള്ളത്. ഇപ്പോൾ ഈ വെളിച്ചം ഉണ്ടാക്കുന്ന നമ്മുടെ ആ സയന്റിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ബൾബ് കണ്ടുപിടിക്കുന്നത് 1000 തെറ്റുകളിൽ നിന്നല്ല, 1000 നടക്കാത്ത വേസിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫെയിലിയേഴ്സിനെ എങ്ങനെ കാണണം എന്നുള്ള കാഴ്ചപ്പാട് അതിലുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നതാണ്, ഒരൊറ്റ ഫെയിലിയർ വരുമ്പോൾ തന്നെ ജീവിതം തീർന്ന് ഇനി ഒന്നുമില്ല ബാക്കി എന്നൊരു മൈൻഡ് സെറ്റിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ വരുന്നുള്ള മൈൻഡ് സെറ്റ് ഇഷ്യൂ ആണ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ എക്സിസ്റ്റിംഗ് മൈൻഡ് സെറ്റിനാണ് അത് പറഞ്ഞത്. അപ്പൊ ഇനി വരുന്ന ഒരു ജനറേഷൻ ഉണ്ട്, ഇപ്പോൾ പഠിക്കുന്ന കോളേജസിലുണ്ട്, ഇവർക്കും ഇതേ മൈൻഡ് സെറ്റ് അല്ലേ? ഒരു ചേഞ്ച് പെർട്ടിക്കുലർ ഞങ്ങൾക്ക് ഒരു വലിയൊരു ചേഞ്ചസ് നമ്മൾ പറഞ്ഞു, നെക്സ്റ്റ് ജനറേഷന് വരുമ്പോൾ ചേഞ്ചസ് വരും. ആ ലെവലിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസിനെ നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി വരുന്ന ജനറേഷന് ഒരു മെന്റാലിറ്റി ഡിഫറൻസ് ഉണ്ടാകും തോന്നുന്നുണ്ടോ? നെക്സ്റ്റ് ജനറേഷൻ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ കോർ ഇത് തന്നെ മാറണം. കാരണം അവർ കൊടുക്കുന്ന ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുക്കുന്നുള്ളത് വെറും എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 10 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ 10 സെലിബ്രിറ്റീസിൻ്റെ പേര് ചോദിച്ചെങ്കിൽ കിട്ടുന്നത് ആൻസർ കിട്ടിയെങ്കിൽ നല്ല കാര്യം. അതേ സമയം ആൾക്കാർ ഇപ്പോൾ പോകുന്നുള്ള ഇൻഫ്ലുവൻസർ ആവാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കുറേ ആൾക്കാർ പോകുന്നുള്ള സോഷ്യൽ മീഡിയ അട്രാക്ട് ചെയ്യുക. അതിന് ഇത് ഇന്ന് ഞാനിപ്പോൾ ഒരു ഇതിൽ കണ്ട സോഷ്യൽ പ്രഷർ. കാരണം എങ്ങനെയും ഞാൻ ഭയങ്കര സംഭവമാണ്, ഒരു ഇതിലാണ് എന്ന് കാണിക്കുന്ന, അതിന് ഏതറ്റം വരെയും പോകുന്ന രീതിയാണ്. പക്ഷെ അവിടെ നമ്മൾ എറ്റ് ദി എൻഡ് റിസൾട്ട് വേറെ പലതിലേക്കാണ് എത്തുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഇന്ന് വന്നപ്പോൾ അർഫാൻ പറഞ്ഞത്. നമ്മൾ ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം, നമ്മൾ ഓവറോൾ സംസാരിക്കാം. കാരണം അത് നമുക്കറിയാം, നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കറിയും അത് ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ബിസിനസ് മാത്രമല്ല, എല്ലാ ഡെവലപ്പായെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ബിസിനസ് ഉസ്മത്തും വർഫ രണ്ടാൾ പറഞ്ഞത് ലിയോൺ ബിൽഡേഴ്സിനെ കുറിച്ച് വലിയ സംസാരിക്കേണ്ട, നമുക്ക് ബിസിനസ് സംസാരിക്കാം. അതുകൊണ്ട് കാരണം ഇനി എല്ലാവരും അത് സംസാരിക്കട്ടെ, അല്ല ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. കാരണം നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, എംപ്ലോയി ആയിട്ട് ജീവിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ ഒരു പോസ്റ്റ് ഒരു വീഡിയോ എന്താ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ വീഡിയോ കാണാൻ ഒരു 100 വ്യൂസ് 200 വ്യൂസേ ഉണ്ടാവും. പക്ഷെ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി വരുന്ന അത് നോക്കാതെ 1 മില്യൺ വ്യൂസ് 2 മില്യൺ വ്യൂസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ കൂടുതൽ നമ്മളെ ജനങ്ങൾ ഇപ്പോഴത്തെ യൂത്ത്സ് ആണെങ്കിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നുള്ള ഇങ്ങനത്തെ എന്റർടൈൻമെന്റ് കാര്യത്തിലേക്കാണ്. അല്ല, ഇപ്പൊ ഞാൻ തന്നെ വീട്ടിലിപ്പോൾ ആദ്യം വീട്ടിലൊക്കെ ഞാൻ നോക്കുന്നത് മൊത്തം വീഡിയോസ് എന്ന് പറഞ്ഞാൽ വൻ ബോറിംഗ് വീഡിയോസ് ആയിരിക്കും. അതായത് ബോറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ഏതെങ്കിലും സ്പീച്ചസ്, ഏതെങ്കിലും ഇപ്പോൾ ബിസിനസ്സുകാരുടെ സ്പീച്ച് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളുടെ സ്പീച്ച്, അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർ തലം പുലാന്ന് ഓഫാക്കി എന്നൊരു രീതിയാണ്. കാരണം ഇതൊന്നും അല്ല നോക്കേണ്ടത്, നമ്മൾ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ആ ഒരു രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് ഇറ്റ്സ് എ പ്രസൻറ്റ് എൻ്റർടൈൻമെൻറ്റ്. കാരണം അത് ആ ഒരു ഇൻസ്റ്റൻറ്റ് എൻ്റർടൈൻമെൻറ്റ് കിട്ടും അതിൽ. പക്ഷെ പിന്നീട് അത് നമുക്ക് എന്തായാലും നമ്മുടെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് അത് നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല. ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ കുറച്ച് ബോറിംഗ് ആൻഡ് കുറച്ചൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും അത് ഭാവിയിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ ബോറിംഗ് പറഞ്ഞ വീഡിയോ നമ്മൾക്ക് എനിക്കത് ബോറിംഗ് ആയിട്ട് മാറുന്നില്ല. കാരണം അത് ചുറ്റുള്ളവർക്ക് ബോറിംഗ് ആയിട്ടാണ്, എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് കൺസിസ്റ്റൻസിയാണ് മെയിൻ വരുന്നത്. ഇപ്പൊ നമ്മളൊരു വീഡിയോ നോക്കുന്നുണ്ട്, ആ വീഡിയോയിൽ നമുക്ക് എന്ത് കിട്ടിയെന്ന് നമുക്ക് ആ സമയത്തൊന്നും അറിയില്ല. രണ്ടാമത് പിറ്റേ ദിവസം നോക്കുന്നത്, മൂന്നാമത്തെ ദിവസം നോക്കുന്നത്, ഒരു ആഫ്റ്റർ 1 ഇയറിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ബിസിനസ്സിൽ വരുന്ന പറയുന്ന സമയത്ത് തന്നെ
ഇവൻ്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് ഞാൻ മാറ്റിയതെന്ന് പറഞ്ഞെങ്കിൽ ഇവനിപ്പോൾ ബിസിനസ്സിൽ ഫസ്റ്റ് ടൈം ഇവന് ഇൻട്രസ്റ്റഡ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചെയ്തൊരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ഒരു ബുക്ക് എടുത്ത് കൊടുക്കുക. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് ഐ തിങ്ക് സോ. സബ്കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബുക്ക് ഞാൻ ഇവൻ ആദ്യം കൊടുത്തിട്ട് എന്നിട്ട് ഇവനോട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 1 ഇയറിലേക്ക് ബിസിനസ് ഇറങ്ങാനോ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം നമ്മളെ ഒബ്വിയസ്ലി ഇപ്പം നമ്മളെ ഈ ഒരു മാറ്റങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ചില ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പെട്ടെന്നുള്ള വളർച്ച, പെട്ടെന്നുള്ളൊരു ഇത്. പക്ഷെ ഒന്നും പെട്ടെന്നായിരുന്നില്ല. കാരണം നമ്മൾ ഈ 15-ാം വയസ്സിലും 16-ാം വയസ്സിലും പല ആളുകളും പല എൻ്റർടൈൻമെൻറ്റ് പോകുന്ന സമയത്ത് ഞാൻ ഇവന് 17-ാം വയസ്സിൽ കൊടുക്കുന്നുള്ളത് സബ്കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബുക്ക് പോയി കൊടുക്കുന്നത്. എന്നിട്ട് ഇവനോട് പറയും നമ്മൾ ഈ വീഡിയോ നോക്കണം, യൂട്യൂബിൽ ഇങ്ങനെയുള്ള, ഞാൻ അന്ന് ഒരുപാട് വീഡിയോസ് ഉണ്ട്, പേരെടുത്ത് ഒരുപാട് ഈ കണ്ടന്റ്സ് നല്ല നല്ല പറയുന്ന ബിസിനസ്. ഇത് 201 കൊല്ലം കാലം നോക്കി ഉസൈൻ ബോൾട്ടിന്റെ കോട്ട് പോലെ നല്ല ഫാസ്റ്റസ്റ്റ് റണ്ണ് ഇതാക്കാൻ 5 കൊല്ലത്തിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു പറയുന്ന പോലെ. കാരണം നോക്കി പറയുന്ന പോലെ, അതായത് ആ 20 ഞാൻ ഈ ഒരു 100 മെഡൽ വാങ്ങിച്ചിട്ടുണ്ട്, 120 സെക്കൻഡ് ഓടുന്നത് കണ്ടിട്ടുണ്ടോ. പക്ഷെ അതിനു വേണ്ടി എൻ്റെ 20 കൊല്ലത്തെ ഡെഡിക്കേഷനാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെയാണ് ക്വിക്ക് സക്സസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റ് ആകുന്ന ഒരു വേർഡാണ്. കാരണം നമ്മളെന്തോ ഒരു ലക്ക് ഫാക്ടറിൽ മാത്രം എല്ലാവരും സക്സസ് ആയി കാണുന്ന പോലെയാണ്. കാരണം അതിന്റെ ബാക്ക് സ്റ്റോറി പിന്നെ കുറെ ആൾക്ക് അത് പറയാൻ താല്പര്യമില്ല. നമ്മൾ ഓക്കെ നിങ്ങളാക്കി അങ്ങനെ വിശ്വസിച്ചോ. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും പോയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിന്, ഞാൻ അതാക്കി പറയാൻ അധികം ആൾക്ക് ഒരു വെന്യൂല് നമ്മൾ പറയും. എല്ലാ വെന്യൂലും നമുക്ക് റിപ്പീറ്റ് ആക്കാൻ ആഗ്രഹമില്ലാത്ത അല്ല ഈ ക്വിക്ക് സക്സസ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വരുന്ന ചർച്ചയാണ് ബൈജൂസ് ആപ്പിനെ കുറിച്ചിട്ട്. അതായത് ഇപ്പം എല്ലാവരും ബൈജൂസിന്റെ തകർച്ചനെ കുറിച്ചാണ് വളരെ ഭയങ്കരത്തിൽ സംസാരിക്കുന്നത്. അത് ഭയങ്കരത്തിൽ ശരിയാണ്. ഞാൻ അതിൻ്റെ എല്ലാ രീതിയിലും നോക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു സംഭവം, ബൈജൂസിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ബൈജൂസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഓക്കെ, അതിൽ ബൈജു നായർ ചെയ്ത ഒരുപാട് തെറ്റായ ഡിസിഷൻസ് ആണ്. ബട്ട് എനിക്ക് അതിൽ നിന്ന് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. കാരണം ഹി ടേക്ക് സം റിസ്ക് ആൻഡ് ഈസ് ചേഞ്ചിങ് സംതിങ്. ഹി വാസ് ട്രൈങ് ടു ചേഞ്ച് സംതിങ്. 2 വർഷം മുമ്പ് ഇതേ ബൈജൂസിനാണ് ഇന്ത്യന്റെ പ്രൈഡ് മെസ്സിനെ വേൾഡ് കപ്പിൽ സൈൻ ആക്കിയിട്ട്. പക്ഷെ അവിടെ തന്നെ ഞാൻ പറയാൻ വന്ന സംഭവം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്പിൾ ഫോൺ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഫോണിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്ന് പറയും. സ്റ്റീവ് ജോബ്സ് എന്നുള്ള വ്യക്തിയാണ് ഈ ആപ്പിൾ എന്നുള്ള ഫോൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ആപ്പിൾ കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സിനെ ഒരു സമയത്ത് ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ എടുത്തു നോക്കണം, പുറമെ നടന്നൊരു സംഭവമാണ്. അതായത് ഇന്ന് ഏറ്റവും വലിയ രീതിയിൽ ടോപ്പ് ലെവൽ കമ്പനി, വേൾഡിലെ ബെസ്റ്റ് കമ്പനി നമുക്ക് പറയാം. ഈ കമ്പനിയുടെ സ്റ്റീവ് ജോബ്സിനെ വരെ പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചെടുത്ത് അതിന് നമ്മൾ എന്തൊക്കെയോ റീ എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നില്ല. എന്തിനൊരു സൊല്യൂഷൻ ഉണ്ട് ബിസിനസ്. കാരണം ബിസിനസ്സിലാവുന്ന സമയത്ത് താഴ്ചയുണ്ടോ അതിൽ ഉയർച്ചയുണ്ടോ. ഞാനിപ്പോൾ ബൈജൂസിനെ നല്ലതാക്കി പറയുന്ന ഒന്നുമല്ല. പക്ഷെ നമ്മൾ കാണുന്ന ഒരു വ്യൂ, ഇവിടെ ഇപ്പോൾ ബൈജൂസിന്റെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഒരു സബ് കോൺഷ്യസിൽ ഒരു പേടി വന്നിട്ടുണ്ട്, ഫിയർ. കാരണം ബിസിനസ് ചെയ്താൽ അതോ ബിസിനസ് ചെയ്താൽ. പക്ഷെ അതേ ആളുകൾ ഇത് നോക്കുന്നത് ഐഫോൺ എന്നുള്ള ഫോണിലാണെന്ന് മറക്കുന്നു. കാരണം ഇതേ സംഭവമാണ് ഈ ആപ്പിൾ എന്നുള്ള കമ്പനി കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള മൈൻഡ് സെറ്റ്, ഇപ്പം ഞാനൊരു കാര്യം ബൈജൂസിന് നോക്കുമ്പോൾ ഓക്കെ ബൈജൂസിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ മേ ബി സം സൊല്യൂഷൻ വിൽ ബി ദെയർ. അല്ലെങ്കിൽ ബാക്കി ഇനി കമ്പനീസ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനീസിലും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് കാണുന്ന ആപ്പിൾ എന്ന രീതിയിൽ വളരാൻ പറ്റും. മൈൻഡ് സെറ്റ് ഈസ് എവരിത്തിങ്. കാരണം നമ്മൾ അതിനെ പ്രോബ്ലമായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ്, മെന്റാലിറ്റി ഇതെല്ലാം. പിന്നെ ഇപ്പൊ ഓക്കെ ഈ ഒരു സമയത്ത് സംസാരിക്കുന്നുണ്ട് ആൾക്കാർ. ഒന്നാമത് നമ്മളെ സിറ്റിയിൽ പറഞ്ഞത്, നമ്മളെ സിറ്റിയിലിരുന്ന് നമ്മളെ സിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നുള്ളത് മൈൻഡ് സെറ്റ്, മെന്റാലിറ്റി. കാരണം ഇതൊക്കെയാണ് ഭയങ്കര ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആകുന്നത്. അപ്പോൾ ഈ ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആകുന്നത് ഇപ്പോൾ നമുക്കൊക്കെ എല്ലാം റീഏജ് ആകുമ്പോൾ അപ്പുറം റാപ്പുണ്ട്. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി മാറണമെങ്കിൽ യൂത്ത് മാത്രം വിചാരിച്ച പോരെ. നമ്മൾ മുകളിലുണ്ട് മുമ്പേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും കുറച്ച് വിചാരിച്ചെങ്കിൽ, കാരണം എന്നല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ട് നമുക്ക് ഭയങ്കര പിന്നിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ജംഗ്ഷനിൽ മെയിൻ, നമ്മൾ കാസർഗോഡിൻ്റെ ആട്ടായ സിറ്റിയിൽ ഇതുവരെ 3-4 ബിൽഡിങ് പണി തീർന്നിട്ടില്ല. ഇപ്പോൾ മെട്രോ സിറ്റീസിലെ ഒരു പ്ലോട്ട് വിൽക്കുന്നെന്ന് പറഞ്ഞ ആൾക്കാർ ലൈൻ. അതാണ് ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവും. ഒബ്വിയസ്ലി ഉണ്ടാവും. ഒരു ടൈം പീരീഡ് ഉണ്ടാവും. കാരണം അതിനെന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ചിന്തയിൽ തന്നെ കഴിഞ്ഞത് ഇപ്പൊ കാലിക്കട്ട് നല്ലോണം ഡെവലപ്പ് ആയിക്കൊണ്ട് വരാണ്. അപ്പൊ അതിനുശേഷം എന്തായാലും നമുക്ക് കാസർഗോഡും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പൊ റോഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
പുതിയ ജനറേഷന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കാസർഗോഡ് ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്തായാലും മാറും. കാരണം ഇപ്പൊ കാസർഗോഡ് എന്ന് പറഞ്ഞെങ്കിൽ അത്ര നമുക്ക് ഇതാക്കാനും പറ്റില്ല. കാരണം പല കാര്യങ്ങളിലും അങ്ങനെ ഞാനിപ്പോ വേറെ കുറെ നമ്മളിവിടെ ക്യാഷ് ഫ്ലോ ഉണ്ട്. കാരണം നമ്മളെ ക്യാഷ് നമ്മള് സിറ്റിയിലേക്ക് ഫ്ലോ ആകുന്നില്ല. നമ്മള് കാസർഗോഡിലുള്ള മൊത്തം ക്യാഷ് പോകുന്നുള്ള ഔട്ട്സൈഡ്. ഇപ്പൊ നമ്മളിപ്പോ മുംബൈയിലെല്ലാം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഓരോ ഹോട്ടൽ പറയും ഇത് കാസർഗോഡ് ആളത് എന്നാണ് പറയുന്നുണ്ടേ. അപ്പൊ അത്രക്കും ഇത് കാസർഗോഡ് ആൾക്കാരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള. കാസർഗോഡ് മെയിൻ ഇപ്പൊ ഇതാക്കിയിട്ട് എനിക്ക് തോന്നിയ സംഭവം ഉണ്ടെങ്കിൽ പുതിയ ഐറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനോ അല്ല ഇവിടെ ആരും ഫോക്കസ്. ഇന്നോവേറ്റീവ് തിങ്സ് ഉള്ളതിന് തന്നെ ഇങ്ങനെ കോപ്പി ചെയ്യാം. ഒരു റെസ്റ്റോറന്റ് തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന് ഇപ്പൊ നമ്മൾ 4 ഹോട്ടലിൽ പോയെങ്കിൽ അതാണ് ഭയങ്കര, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അപ്പൊ ഒബ്വിയസ്ലി കസ്റ്റമേഴ്സിന് അതൊരു മടുപ്പ് വരും. ഇപ്പൊ 4 ഒരു ടോപ്പ് 4 റെസ്റ്റോറന്റ് പോയെങ്കിൽ ടോപ്പ് 4 റെസ്റ്റോറന്റ് മെയിൻ ഇതാണ്. അതാണ് ഏറ്റവും ടോപ്പ്. കാരണം അത് മാറണം. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഹോട്ടലാറ് മാത്രം തെറ്റല്ല, ഇന്നോവേഷൻ കൊണ്ടുവന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് ആ പ്രശ്നമാണ് നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ പുറമെ പോയിട്ട് നല്ല ഡിഫറെന്റ് ട്രൈ ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അറിയുന്ന പേഴ്സണൽ അറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടത്തേക്ക് വരുന്നെന്ന് പറയുമ്പോൾ കാസർഗോഡ്. കാരണം ഒന്ന് നമ്മള് ശീലിച്ച ഇത്, അതായത് കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പേഴ്സണലി ആ കോൺസെപ്റ്റ് വെക്കുമ്പോൾ ഞാൻ കുറെ ഫേസ് ചെയ്താണ്. കാരണം ഞങ്ങൾക്ക് ഒരു പറഞ്ഞു മുവാസ് എന്റെ അടുത്ത് ആദ്യം വന്ന സമയത്ത് ഞാൻ തന്നെ മുവാസിനോട് ചോദിച്ചാണ് നമ്മുടെ കാസർഗോഡ് ഇത് നടക്കുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചതാണ്. അപ്പൊ മുവാസ് അത് കാണിച്ചു കൊടുത്ത്. കാരണം എങ്ങനെ ചെയ്യാന്നുള്ളത് അതായത് പറഞ്ഞത് നമുക്ക് നിങ്ങളൊരു ഫയർ ഉണ്ട്, നമ്മൊരു ആയിരം ചെയ്യുന്നത്. കാരണം ഇവിടെ പുതിയത് കൊണ്ടുവരാനുള്ളത്. കാരണം നമുക്ക് ആ ബാക്കിങ് നിങ്ങൾ സിറ്റി ഗോൾഡ്, സ്റ്റാർ ഇവരെല്ലാവരും കുറച്ച് ബാക്ക് ചെയ്തുകൊണ്ടാണ് നമുക്കത് എക്സിക്യൂട്ട് ആക്കാൻ പറ്റിയത്. പിന്നെ മീഡിയ വണ്ണിന്റെ നല്ല സപ്പോർട്ട്. പക്ഷെ നമ്മൾ അതിലെല്ലാവരും 25, 26 ബിലോ 30 ആണുള്ളത്. ബിലോ 30 എന്ന് പറഞ്ഞിട്ട് 25 ആകെ ഒരാളാണുള്ളത്. നമ്മൾക്കത് ചെയ്യാൻ പറ്റും. ഇപ്പൊ മുവാസ് പുതിയൊരു സംഭവം കൊണ്ടുവരുന്ന സമയത്ത് അത് എത്രമാത്രം ഗ്രാൻഡ് സക്സസ് ആണ് നമ്മൾ കണ്ടതാണ്. കാരണം ഇതുപോലെ പുതിയ കാര്യങ്ങൾ നമ്മളെ ആളുകൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി കാസർഗോഡ് ആൾ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓൾറെഡി മടുത്തൊരു കാര്യം പിന്നെ ഒരു ഇതിലേക്ക് വരുമ്പോൾ പ്രശ്നം വരും. ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ നമ്മൾക്ക് ഇപ്പോ കൊച്ചിയിലുള്ളത്, ഇപ്പൊ കൊച്ചിയിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മെയിൻലി ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യും. ഞാൻ ഇവിടുന്ന് മെയിൻ കണ്ടത് ഇവിടെ ഈ സൊസൈറ്റിയിൽ ഞാൻ കാണുന്നത് മെയിൽ ഡിപ്പെൻഡന്റ് സൊസൈറ്റിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇവിടത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ മനോന്ന് കൊണ്ടാക്കിയത് വന്നറിയത് അടുന്ന വെച്ചിൽ കൊച്ചിയിലെ യൂബർ ആക്കി, അല്ലെങ്കിൽ യൂബർ പോലെ വേറെ പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ. പക്ഷെ ഇവിടത്തേക്കാണ് പ്രശ്നം. കാരണം അത് ഇപ്പൊ മുവാസ് പറഞ്ഞ കറക്റ്റാണ്. കാരണം അത് മെയിൻ നമ്മുടെ പാരൻസും ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ കൂടെ ബിസിനസ്സിൽ തന്നെ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ ആദ്യം വേറെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മോസ്റ്റ്ലി ബിസിനസ് എന്നുള്ള അതിലേക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുള്ളത് പാരൻസ് ഒരു കോൾ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി. കാരണം ഒരു ബിസിനസ് എന്നുള്ളത് നമ്മളൊരു ബേബിയെ പോലെയാണ്. കാരണം നമ്മൾ അതിന് അത്രമാത്രം നോക്കണം. കാരണം അത്രയും നമ്മുടെ ടൈമും നമ്മുടെ സ്വെറ്റും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിലേക്കായിരിക്കണം കൂടുതൽ കമ്മിറ്റ്മെൻറ്റ്. 100% കമ്മിറ്റ്മെൻറ്റിലാണ് ഒന്നും സക്സസ് ആയ ചരിത്രമേ ഇല്ല. അപ്പോൾ ആ സമയത്ത് പാരൻസിന് ഒരു ഗോൾ അവിടെ കൊണ്ടാക്കണം. ഒരു മാരേജ് വെച്ച് ആളുകളുടെ ഫസ്റ്റ് പ്രയോറിറ്റി പോകുന്നത് അതിലേക്കാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതിന്റെ പ്രശ്നം നമുക്കറിയും. ഇപ്പൊ എന്താ നമ്മ കൊണ്ടാക്കിയിട്ടില്ല, നമുക്കിവിടെ ബിസിനസിന്റെ എത്രയോ പ്രശ്നത്തിന് നടുവിലുണ്ടാവാൻ കോള് വരും, നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എന്തായിരുന്നു, എനിക്ക് ഫാമിലിന് ഇഷ്ടമില്ല, ഒരു വാല്യൂ ഇല്ല. അത് പറയുമ്പോൾ നമുക്ക് ഏട്ടാന്നത് ദേശത്തിന്. അതുമല്ല അങ്ങനെ പറയും ആൾക്കാർ, അത് പ്രസന്റ് അങ്ങനെ പറയും. പക്ഷെ നമ്മൾ സക്സസ് കാണിച്ചതിന് ശേഷം ആ ഫാമിലീസ് എല്ലാം നമ്മള് പക്ഷെ അത് സക്സസ് ആയെങ്കിൽ സക്സസ് അനുഭവിക്കാൻ ഇപ്പൊ പക്ഷേ പറഞ്ഞില്ലേ എത്ര നമുക്ക് അറിയുന്ന ആള് പോലെ നമുക്ക് ഒരു വിഷമം പോലെയാണ്. അത് നമ്മുടെ ആളുകൾ. അപ്പൊ ഞാൻ എത്ര വിചാരിച്ചാ ഇവിടെ ഒരു യൂബർ, ഇവിടെ റാപ്പിഡോ ഇതെല്ലാം വന്നില്ലെങ്കിൽ. ഞാൻ ഇന്നലെ നമ്മള് മാംഗ്ലൂർ പോയിട്ടുണ്ടായി. അപ്പൊ മാംഗ്ലൂർ പോയപ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ നേരെ തൊട്ടപ്പുറമാണ് കാസർഗോഡ്. ഇവിടെ സ്വിഗ്ഗി ഉണ്ട്, ഇവിടെ ഞാൻ ഡിസ്കസ് ഒക്കെ പറഞ്ഞ ഇവിടുന്ന് ആകെ 400 കിലോമീറ്റേഴ്സ് ഒരു ദൂരാണ് ബാംഗ്ലൂരിലേക്കുള്ളത്. എന്ത് എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടുള്ള നോക്കുന്നെങ്കിൽ ഓക്കെ. എന്നിട്ട് അവിടെ എന്ന് വെച്ചാല് പറഞ്ഞില്ല, അവിടെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട. ആരും ഇപ്പോ അവര് കുറച്ച് ഏജ് ആയ പാരന്റ്സ് ഉണ്ടെങ്കിലും അവർക്ക് അവിടെ ഒറ്റയ്ക്ക് സർവേ ചെയ്യാനുള്ള.
നല്ല രീതിയിൽ സർവൈവ് ചെയ്യാം. അപ്പൊ ഇവിടത്തേക്ക് ഇപ്പൊ പറഞ്ഞാൽ ഓക്കെ ഇപ്പൊ നമ്മള് ദുബൈയിൽ വരെ പോയെങ്കിൽ ഇപ്പൊ തന്നെ ദുബൈന്റെ ഒരു വിഷൻ എന്ന് പറയുന്നുള്ളതില്ല, ഓൾറെഡി അവർക്ക് എല്ലാം ഉണ്ട്. അതായത് ഇന്ന് ടെക്നോളജി കാണുന്നതിലുള്ള ഏറ്റവും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിലുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ വിഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇനിയൊരു 2050 എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാന്നുള്ള വിഷനിലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ ബിസിനസ്സും കാര്യങ്ങളും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും വലിയ രീതിയിൽ ഹൈ സ്കോപ്പ് ഉള്ളതായിട്ട് മാറുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളെ പഠിച്ച ഒരുപാട് ഡിഗ്രി എടുത്ത ആളുകളാണെങ്കിലും, ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സിസ്റ്റർ തന്നെ ഇവിടെ ഒരു ഇതെടുത്തിട്ടുണ്ട്, ഒരു കോഴ്സ് പഠിച്ച് അവൾ പറയുന്നത് എന്താ പറയുക, കാസർഗോഡ് അതിനുള്ള ഓപ്ഷൻ ഇല്ലാതെ. കാരണം കാസർഗോഡ് എന്തുകൊണ്ട് ഓപ്ഷൻ ഇല്ല, ആരും അതിന്റെ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു മേഖലയോ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഈ സിറ്റിക്ക് ഒരു പറയുന്നുണ്ട്, ഈ സിറ്റിക്ക് ഒരു നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല ഈ റിട്ടേൺസും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്തിട്ട്. പക്ഷെ ഒന്ന് ഇതാക്കണം, താജ് ഇവിടെ പ്രോപ്പർട്ടി എക്സ്പാൻഡ് ചെയ്തോണ്ടിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഇല്ലാന്നല്ല അതിനർത്ഥം, കാരണം ഇവിടെ ഉണ്ട്. പക്ഷെ പുറമേലത്തെ ആൾക്കാർക്ക് ഉണ്ട്, പുറമേലത്തെ ആൾക്കാർക്ക് ഈ സിറ്റിനെ കുറിച്ചൊരു വിഷയം ഉണ്ട്, ഐഡിയ ഉണ്ടല്ലോ. നമ്മളെടുത്ത ആൾക്കാർ, ഇവിടുത്തെ ആളുകൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ദുബൈ ഫോക്കസ് ചെയ്യുന്നില്ല 2050 പുതിയതായി എന്തുകൊണ്ടുവരാം. നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് എങ്ങനെ മറ്റൊന്നിനെ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക്. അവിടെ അതുണ്ട്, അപ്പൊ നമുക്ക് ഇത് കൊണ്ടുവരാം. ദുബൈയിലേക്ക് നമ്മൾ ഒരിക്കലും അത് കാണാനില്ല. ദുബൈയിൽ കാണുന്ന അവൻ അത് കൊണ്ടുവരും, അതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരണം. പ്ലാൻ ചെയ്യുന്നത് ഇതാണ്. ഇപ്പോഴത്തെ അവരുടെ പ്ലാൻ വെച്ചാൽ 2030 എന്നാണ്. ഇപ്പൊ സൗദിയിലെ പ്ലാൻ 2030. സൗദി ഇന്നേ വരെ ആരും കാണാത്ത ഒരു പ്ലാൻ കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ കാസർഗോഡ് നമ്മുടെ ആളുകൾ ചിന്തിച്ചു. നമ്മൾ ഉൾപ്പെടെയുള്ള ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞത് സ്റ്റാർട്ടപ്പിന്റെ കേസ് വെക്കുന്നെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് 10 സിറ്റീസിൽ തന്നെ കേരള സ്റ്റേറ്റ് ഇല്ല. പക്ഷെ കേരള തന്നെ പിന്നിലാണ്, അതിന്റെ പിന്നിലാണ് നമ്മളുള്ളത്. ഞാൻ കണ്ട മെയിൻ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാഷ് ഫ്ലോ നമ്മളെ മാർക്കറ്റിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ റോളിങ്ങും കുറച്ചുകൂടി ഇതാണ്. കാരണം കുറച്ച് സീസൺ വൈസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതിനുള്ള നമ്മൾ ഇവിടുത്തെ തന്നെ പ്രൊവൈഡ് ആക്കാൻ പറ്റിയ ആ ക്യാഷ് നമ്മളെ മാർക്കറ്റിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ വരുമ്പോൾ കോളേജിൽ നല്ലൊരു എമൗണ്ട് ഓഫ് ആൾക്കാർ കാസർഗോഡ് നിന്ന് മാംഗ്ലൂർ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പൈസ അടവേ നല്ലൊരു എമൗണ്ട് പേഷ്യൻസും മാംഗ്ലൂറും കോഴിക്കോട് അങ്ങോട്ട് ആ രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടിന്, അതായത് കേരളത്തിലായിരുന്നു GCC കൺട്രീസിൽ നിന്നല്ലോ ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നുകൊണ്ടുണ്ടായത്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിന്റെ കണക്ക് നോക്കുന്ന സമയത്ത് കേരളത്തിൽ കുറവാണ്. എന്ത് വെച്ചാൽ നമ്മളെ കേരളത്തിലെ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയിട്ട് കുടിയേർപ്പ് നടത്തലാണ്. മീൻസ് സെറ്റിൽ അവിടെ ദുബൈ. കാരണം ഇവിടുന്ന് ആൾക്കാർക്ക് ഇവിടത്തേക്ക് ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഇവിടുത്തെ ഡെവലപ്മെന്റ്സ് ഒന്നും വരുന്നില്ല. ദുബൈയിലാണെങ്കിൽ ഡെവലപ്മെന്റ്സ് കൂടി, അതുകൊണ്ടാണ് അവിടെ സെറ്റിൽ ആവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ചിന്തിക്കുന്നത് തന്നെ ഇപ്പൊ ഇത്ര ആളുകൾ ഇത് കൊണ്ടുവന്നിട്ടാണ്, ഇതിന്റെ അല്ലാത്ത എന്ത് കൊണ്ടുവരാന്നുള്ള രീതിയിലാണ്. ഇവിടെയുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കുന്നുള്ളത് അവനത് കൊണ്ടുവരുന്ന അതേ സാധനം എങ്ങനെ കോപ്പി ചെയ്താണ്. കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം കോപ്പി ചെയ്യുന്നതിലും ഒരു ലിമിറ്റ് അവിടെ ഒരു കസ്റ്റമർ ഡിവൈഡ് ആവും. കാരണം കസ്റ്റമേഴ്സിന് അതൊരു ഓവർ ചോയ്സസ് വരുമ്പോൾ അത് ഇതെല്ലാം വലിയ പോപ്പുലേഷൻ ഇല്ലാത്ത സിറ്റിയാണ് നമ്മളത്. അതിനും നമ്മൾ ഡിവൈഡ് ആക്കിയാണ് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന നമ്മളിപ്പോ ഡെവലപ്മെന്റ് ആണ്, നമ്മളിപ്പോ മാറ്റങ്ങളാണ് ഇതാക്കുന്നതെങ്കിൽ ഈ രീതിയിൽ കോറിൽ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അല്ലാണ്ട് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുക ഒരിക്കലും നമുക്ക് സാധിക്കില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ആൾക്കാർക്ക് ബിസിനസ് ഇപ്പം നിലവിൽ ചെയ്യുന്ന ആൾക്കാർക്കും നല്ല രീതിയിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒന്നാണ് മാർക്കറ്റിംഗ്. അവർ ഇന്നും മറ്റേ ഓഡിങ്സും ന്യൂസ് പേപ്പറിൽ തന്നെ സ്റ്റക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളിവിടുത്തെ ബ്രാൻഡ്, നമ്മൾ സ്വന്തം ബ്രാൻഡ് ഒരു A-ലിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ആക്ട്രസിനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇനോഗ്രലിനോ അല്ലെങ്കിൽ കൊണ്ടുവരണം. പക്ഷെ അത് ചെയ്ത് കാണിച്ചവരാണ് നിങ്ങൾ. ഇപ്പോൾ കൊച്ചിയിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ഓഫീസ് ഇനോഗ്രേറ്റ് ചെയ്ത് നിക്കിലാമിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അത് ഞങ്ങൾക്കൊരു പേഴ്സണൽ ഭയങ്കര ഹാപ്പിയായ മൊമെൻ്റ് ആണ്. അവിടുന്ന് ഞാൻ അർഫാനോടും ഉസ്മത്തിനോടും പറഞ്ഞ ഇത് വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ മാർക്കറ്റിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം കൊടുക്കണം എന്ന് പറയും. ബിസിനസ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഏതൊരു ബിസിനസ്സിനും അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം കസ്റ്റമേഴ്സ് എല്ലാത്തിനും ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് കാര്യം, ഇപ്പോൾ ഒരു ചെരുപ്പാണെങ്കിലോ നമ്മളിപ്പോൾ ഒരു ചെറിയ നെയിൽ കട്ടർ ആണെങ്കിൽ പോലും എല്ലാ സംഭവത്തിനും നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും എല്ലാത്തിനും കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം അതിനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് എത്തിക്കൽ മാർക്കറ്റിംഗ് ആണ്. കാരണം നമ്മുടെ മെയിൻ തിങ് എപ്പോഴും മാർക്കറ്റിങ്ങിലേക്ക് ആയിരിക്കണം ഫോക്കസ്ഡ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ഒരുപാട് 2-3 ബിസിനസ് തുടങ്ങിയിട്ട് ഫെയിൽ ആവാനുള്ള ഏറ്റവും വലിയ കാരണം എൻ്റെ സാധനം ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല.
കാരണം ഞാൻ ഒരു സെല്ല് ക്രേസി എന്നുള്ള ബുക്കിൽ വായിച്ചൊരു സംഭവമുണ്ട്. നമ്മളെ സാധനം ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ നമ്മുടെ കസ്റ്റമർ സർവീസ് ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടും ആ ബിസിനസ് സക്സസ് ആണോ എന്നില്ല. കൃത്യമായ ഓഡിയൻസിന് അത് എത്തിക്കുന്നതിലാണ് ബിസിനസിന്റെ ഏറ്റവും വലിയ വിജയം. അത് ഏറ്റവും കൃത്യമായിട്ട് അത് ആർക്ക് എത്തിക്കണം എന്ന രീതിയിൽ തന്നെ നമ്മളത് കൊടുക്കണം. അപ്പോൾ മാർക്കറ്റിംഗ് ഈസ് എ കോ ഫാക്ടർ ഇൻ ദ ബിസിനസ്. അത് ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ ബാക്കി ഇതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്, വളർച്ചയ്ക്ക് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. മുവാസ് പറഞ്ഞ ഐഡിയാസ് ഇപ്പോൾ കുറെ ആൾക്കാർക്ക് ഐഡിയാസ് ഇല്ലാത്തതിനോട് ഐഡിയാസ് അല്ല പ്രശ്നം. മെയിൻ നമുക്ക് ഐഡിയാസ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് ആയിരക്കണക്കിന് ഐഡിയാസ് കിട്ടും. പക്ഷെ എക്സിക്യൂഷനാണ് ഇന്ന് ആൾക്കാർക്ക് വരുന്ന ഫെയിലിയേഴ്സ് കാര്യങ്ങൾ. അപ്പോൾ എക്സിക്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പർ 1 ഫാക്ടറാണ് വരുന്നുള്ള മാർക്കറ്റിംഗ്. ഇപ്പോൾ മാർക്കറ്റിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യണം, ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ അത് മാർക്കറ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ കാണുന്ന ബിഗ് ബ്രാൻഡ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ല ഇപ്പൊ ഏറ്റവും വലിയ മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ കിങ് ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞ ആപ്പിളിനാണ്. കാരണം ആപ്പിൾ പറഞ്ഞില്ല ഒരു ഐഫോൺ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്റ്റ് കൂടി നമ്മൾക്ക് തന്നെ നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നത് കിട്ടുന്ന ഒരു പ്രൗഡ് ഫീൽ അതാണ് അവർ ഇമോഷൻസ് ആണ് അവര്. അതിപ്പോ BMW ആണെങ്കിലും ഇപ്പൊ ബെൻസ് ആണെങ്കിലും പ്രീമിയം ക്ലാസ് ഇപ്പൊ പ്രീമിയം ബ്രാൻഡ്സ് ഇപ്പൊ ഒരു ബാഗിന്റെ ഇപ്പൊ നമ്മളിപ്പോ ബാഗ്സും കാര്യങ്ങളൊക്കെ ലൂയിസ് വിട്ട പോലുള്ള കമ്പനീസ് അവർ ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ബാഗ് ഏറ്റവും ഭയങ്കര സംഭവം ഒരു ഭയങ്കര ക്വാളിറ്റിയോ ഒരു സാധാ ബാഗിനേക്കാൾ എക്സ്ട്രാ ലെവൽ ക്വാളിറ്റി ഒന്നുമല്ല. അവർ ജനങ്ങൾക്ക് കൊടുത്തൊരു മാർക്കറ്റിങ്ങിലൂടെ അവർ കൊടുത്തൊരു പ്രൗഡ് ഫീൽ. കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഇത്രയും ഇത് പ്രീമിയം ആയിട്ടുള്ള ആളുകളാണ്, ഇത്രയും ക്ലാസ് സ്റ്റാൻഡേർഡ് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനുഷ്യന്മാർ ഇതൊക്കെ ചെയ്യുന്ന എന്താണ് മാർക്കറ്റിങ്ങിലൂടെയാണ്. നൈക്കി ചെയ്ത ഒന്നുണ്ട്. നൈക്കി ആരോ കൊണ്ട് ഉസൈൻ ബോൾട്ടിനുണ്ട് ആരോ കൊണ്ടാണ് ഇത് ഫസ്റ്റ് ഷൂ ഇടിപ്പിക്കുന്നത്. ആ ഷൂവിനെ ഉസൈൻ ബോൾട്ട് ഇട്ട് എന്ന് പറഞ്ഞിട്ടാണ്, ഉസൈൻ ബോൾട്ട് അറിയില്ല ഒരു അത്ലറ്റ് ആണ്, അവരിട്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നൈക്കി മാർക്കറ്റിംഗ് ചെയ്തത്. കാരണം നമ്മളിവിടെ ഓക്കെ ബാക്കി എന്ത് എക്സ്പെക്ട് ഉണ്ടാവും, പക്ഷെ മാർക്കറ്റിങ്ങിന് തീരെ കൺസിഡർ ചെയ്യുന്നില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈവന്റ് സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആർട്ടിസ്റ്റിനെ എനിക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത്ര ലക്ഷം നമ്മൾ സ്പെൻഡ് ആക്കുന്ന ആർട്ടിസ്റ്റിനത് ഇത്ര ലക്ഷം അവർ ഫേസ് കേരളത്തിൽ ഓൾ ഓവർ നോൺ ഫേസ് ആണ്. നമുക്ക് എവിടെ പോയി സംസാരിക്കുന്നത് അങ്ങനെ ബിസിനസ് ഒബ്വിയസ്ലി മാർക്കറ്റിംഗിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ റിസൾട്ട് വരും. റിസൾട്ട് ജനങ്ങൾക്ക് നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പല കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും അത് അവർക്ക് വേണോ എന്ന രീതിയിൽ അവർ ഉപയോഗിക്കുന്നതല്ല. പല മാർക്കറ്റിംഗ് അവർ പോലും കാണാണ്ട് പല സ്ഥലങ്ങളിലും മാർക്കറ്റിംഗ് കമ്പനീസ് പല ബിഗ് ബ്രാൻഡ്സ് ചെയ്തത് കൊണ്ടാണ് അവർ ഇന്ന് ആ സാധനം ഉപയോഗിക്കുന്നത്. നമ്മ തന്നെ പറയുന്നില്ല, നമ്മളിപ്പോ നോർമൽ ഒരു ഷോപ്പിൽ പോയാലും നമ്മ എന്താക്കും ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ചോദിക്കും, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. ഒരു ബ്രാൻഡ് അവർ പറഞ്ഞ പൈസ അവർ പറയുന്നത് അവർ അവിടെ പോയിട്ട് എടുക്കണം പറഞ്ഞാൽ അവിടുന്ന് പോയിട്ട് എടുക്കും. KFC എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഇവനും പോകുന്ന സമയത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയം നമ്മളിപ്പോൾ ഒരു സാധാ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് ഇങ്ങോട്ട് വന്ന് തരും, ചായക്കാണെങ്കിൽ പഞ്ചാരൊക്കെ ഇട്ട് തരും, ഷുഗറൊക്കെ ആഡ് ചെയ്ത് തരും. പക്ഷെ അതേ സമയം നമ്മളൊരു വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർബക്സിലാണ് പോയിക്കെങ്കിൽ ഷുഗറിന്റെ പാക്കറ്റ് വേറെ ഇതൊക്കെ വേറെ, പക്ഷെ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതാണെങ്കിൽ ഹൈ പ്രൈസും കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. അതാണ് പറഞ്ഞത് ഈ മാർക്കറ്റിംഗ് ഇവിടെ ഞാൻ കണ്ട് എൻ്റെ ഒരു മന്ത് ഇവിടുത്തെ കാസർഗോഡ് മാർക്കറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം ഇവിടെ മാർക്കറ്റിങ്ങിനൊക്കെ ഇപ്പൊ കുറെ സംസാരിച്ചു. അപ്പൊ ഞാൻ മാസത്തിൽ 10,000 രൂപ സ്പെൻഡ് ആക്കും. എന്താവാനേലും അല്ല ആ മാർക്കറ്റിംഗ് ആണ് ആൾക്കാർക്ക്. അപ്പൊ ഞാനിന്നുണ്ട് ബിസിനസ്സിൽ റിസൾട്ട് എന്തായിക്കോട്ടെ, പക്ഷെ നാളെ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാൾക്ക് അറിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ബിസിനസ് ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെ ചോദിക്കാനായിക്കോളും. അപ്പോൾ മാർക്കറ്റിംഗ് നല്ല വേല് നടക്കണം, നല്ല വേലും നല്ല ഫേസ് വാല്യൂ ഉള്ള നല്ലൊരു ഫേസ് വാല്യൂ ഉള്ള ഒരാളായിരിക്കണം. കാരണം ഇവിടുത്തെ കുറേ ആൾക്ക് നല്ല രീതിയിൽ അവർ അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെയുള്ള ബിസിനസ്സുകൾ തന്നെ എക്സ്ട്രീം ലെവൽ പുറമത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ് ഉണ്ടാവും. ബട്ട് എന്തുകൊണ്ടാണ് ഇതാക്കാത്തത്? അതിന്റെ മാർക്കറ്റിംഗിലേക്ക് മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾക്കിപ്പോ പല ആൾക്കാരെ കാണും. അപ്പൊ ഒരു നോണബിൾ ഫേസ് നമ്മളിപ്പോ ബ്രാൻഡിന് അസോസിയേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിട്ട് പറയാം ഇന്നാളെ നമ്മൾ അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. അവിടെ നമുക്ക് പല കൺസിഡറേഷൻ കിട്ടും. കുറെ ഇടത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും, നെറ്റ്വർക്ക് ബിൽഡ് ആവും, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഞാൻ കണ്ടൊരു അണ്ടർവെൽമിംഗ് ആയ ആസ്പെക്ട് ആണ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഈ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ പറയാം. കാരണം
നമ്മളിപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് ഇപ്പോൾ പെപ്സി, കൊക്കക്കോള എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. ഞാൻ ഡെയിലി അധികം ഒരു ആഴ്ചയിൽ 4-5 ദിവസവും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. തെറ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ല. ബട്ട് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കൊക്കക്കോള കാര്യങ്ങളൊക്കെ വേൾഡിനെ തന്നെ അവർ കീഴടക്കിയെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു സംഭവം ജനങ്ങൾക്ക് ഇതില്ലാണ്ട് ആവേല എന്ന രീതിയിൽ ഇതൊക്കെ അവർ പല രീതിയിൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ലെവലായിട്ടുള്ള, അതായത് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള മാർക്കറ്റിങ്ങും എബിലിറ്റീസ് കാരണം കാണിച്ച ആളുകളാണ് ഈ കൊക്കോള കമ്പനി. അതുകൊണ്ടാണ് ഇന്ന് എവിടെ നോക്കിയാൽ നമുക്ക് കൊക്കോള വാങ്ങിച്ചു പോകും. ഇതൊക്കെ മാർക്കറ്റിംഗിൽ വരുന്ന ആ ഒരു മൈൻഡ് സെറ്റ്. അർഫാനോട് ഉസ്മത്തിനോട് പറഞ്ഞത് നിക്കിലാണ് സൈൻ ആക്കിയതും അത് ബെസ്റ്റ് ഡിസിഷൻ. കാരണം അത് നമ്മൾക്കറിയാം അത് എത്രത്തോളം ഇമ്പോർട്ടൻസ്. ചെറുതാണ്. ഞാൻ എൻ്റെ ഒരു ഇതിൽ തന്നെ ഞാൻ പറയുന്ന സംഭവം പറഞ്ഞെങ്കിൽ ബിസിനസ്സിൽ നമ്മളൊരു എക്സ്ട്രീം ലെവലിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. നമ്മൾ ചെറിയ രീതിയിൽ ചിന്തിച്ചാൽ അതാവണം. നമ്മൾ 2 ആഴ്ച മുമ്പ് ഡിസ്കസ് ആക്കിയത് കേരള ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി എന്നല്ല പുറമേ നിന്ന് കൊണ്ടുവരുന്നില്ലാണ് വെച്ച്. കാരണം അങ്ങനെ നമുക്ക് തിങ്കാക്കാൻ അതേ പറ്റും. കാരണം നമുക്ക് സ്കെയിലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും സ്കെയിലബിൾ ആണ്. നമ്മൾ എക്സ്പെൻസ് സ്കെയിലബിളോ എല്ലാം സ്കെയിലബിൾ ആണ്. ഇത് നമ്മൾക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബിസിനസ് വെച്ചാൽ ഓക്കെ ഇന്നൊരു പ്രോഡക്റ്റ് ഇതിനൊരു 20 ഉറുപ്പിക ലാഭത്തിന് വെക്കുക, അങ്ങനെയല്ല. ഇതിനൊരു മാർക്കറ്റിംഗ് ഒരു ടീം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നമ്മൾ ചിന്തിക്കണം നമ്മൾ എങ്ങനെയാണ് ആൾക്കാരുടെ മൈൻഡിലേക്ക് ഇതാക്കാൻ വന്നത്. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഈ ലെവലിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ലെവലിൽ ഞാൻ ചിന്തിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇൻവെസ്റ്റേഴ്സും കൂടി അട്രാക്ട് ആവുന്നത്. കാരണം ഒബ്വിയസ്ലി കാരണം അവർക്ക് അതൊരു ധൈര്യമാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ് അട്രാക്ട് ആണ്. ഇപ്പോൾ എനിക്ക് മുംബൈയിലാണെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ള കൊച്ചിയിലാണെങ്കിലും ഇൻവെസ്റ്റേഴ്സൊക്കെ അവർ അട്രാക്ട് ചെയ്യുന്നുള്ളത് ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ്. കാരണം നമ്മളൊരു സ്കെയിലബിലിറ്റി അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിംഗിലേക്ക് ഈ രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കണമെന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് അതൊരു കോൺഫിഡൻ്റ് ആണ്. ദേ ആർ തിങ്കിങ് ബിഗ് എന്നൊരു ഫീൽ അവർക്ക്. കാരണം ബിഗ് ഗെയിം പിന്നെ കുറച്ച് ആൾ പറയും ചെറിയ ഏജിൽ ബിഗ് ഗെയിം വേണ്ട, പിന്നെ കോൺസെപ്റ്റ് ഒക്കെ വേണ്ട കുറേ ആൾ പറഞ്ഞത് വലിയ സ്കെയിൽ നടക്കാൽ ചെയ്യണ്ട. പക്ഷെ നമ്മളറിയാണ്ട് അറിഞ്ഞോണ്ടും അറിയാണ്ട് നമ്മളൊരു പാഷന് പറയുമ്പോൾ പോകുന്നതാണ്. കാരണം നമ്മൾ ചെയ്യണം, ഇത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയുന്ന കുറച്ചാൾ ഇവിടെ ഒരു ബിഗ് ഗെയിം തന്നെ ചിന്തിക്കുന്ന ഒരു ബിഗ്ഗർ പിക്ചർ നോക്കുന്നുള്ളത്. സോ അതിലേക്ക് ഇനി വരാൻ ആൾക്കാർ ഇനി വരണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ പറഞ്ഞില്ല ആ ഒരു സർക്കിൾ ഉണ്ടാകും ഇവിടെ. ആ ഒരു സർക്കിള് നമുക്ക് ഉണ്ടായാലും നമ്മൾക്ക് കുറെ രീതിയിൽ നമ്മൾ തന്നെ ഒരു സർക്കിൾ ഉണ്ടാകും, നമുക്കൊരു ഹാപ്പിനെസ് ആണ്. കാരണം ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടപ്സ് എല്ലാം കൂടുന്ന സമയത്ത് നമ്മൾ കേരളത്തിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം കൂടും. അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഡെവലപ്മെന്റ്സ് കൂടും. കാരണം ഇവിടുത്തെ പറഞ്ഞില്ലേ നമുക്കും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ക്യാഷ് ഫ്ലോ ഇവിടെ തന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് നമുക്ക് സാലറി കൂട്ടി എടുക്കാൻ പറ്റും. നമുക്ക് വരുന്നത് വെച്ചിട്ടാണ് സാലറി. നമുക്ക് ഒരിക്കലും നമ്മൾ ഇത് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരൊന്നും ദുബൈ പോകുന്നതിൽ UK പോകുന്നതിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പേ ഔട്ട്സ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവര് പുറത്തുള്ള രാജ്യങ്ങളെ പ്രിഫർ ചെയ്യുന്നത്. അത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഇവിടെ ഫ്ലോ വരണോ, ക്യാഷ് ഫ്ലോ വന്ന മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ക്യാഷ് ഫ്ലോ ഇപ്പൊ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഇവിടെ ഞാൻ പ്രൈം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് നമ്മള് ടർഫ് ഫുട്സാൽ. അതൊരു സ്റ്റുഡൻസ് തുടങ്ങിയ ഒരു വെഞ്ചറാണ്. ഇന്നിപ്പോ അവർ മാത്രം ഫീൽഡിലില്ല, ബാക്കി എല്ലാവരും. കാരണം അന്ന് അവർക്ക് പ്രോപ്പർ ബാക്ക് എന്ന് ഞങ്ങൾക്ക് കറക്റ്റ് റീസൺ അറിയില്ല, പക്ഷെ ഇന്ന് അവർ ഉണ്ടാണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇന്നിപ്പോ എത്ര ടർഫ് വന്നു, പക്ഷെ ഐഡിയ ബിൽഡ് ആക്കിയവന് അവിടെ ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എക്സിക്യൂഷൻ ആണ് മെയിൻ. അത് ഒരു ഐഡിയ ഇതായി സ്റ്റാർട്ട് ആക്കിയത് പിന്നെ കാര്യമില്ല, പിന്നെ അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. റിസൾട്ട് വന്ന് അവർ എവിടുന്ന് നമുക്ക് അവർ ഞാൻ ഒരു വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റിന് കൊണ്ടുപോകും. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പില്ല എല്ലാവരും ദുബൈയിലുള്ള. പക്ഷെ അതാണ് എനിക്ക് ഭയങ്കര ഞാൻ പഠിക്കുന്ന സമയത്താണ് അത് എക്സിക്യൂട്ട് ആയത്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഓക്കെ, ഒരു ഡിഫറെന്റ് സാധനം വരുന്നുണ്ട്. ഡിഫറെന്റ് അല്ലെങ്കിൽ വേൾഡിന്റെ ബെസ്റ്റ് ഐഡിയ ഒന്നല്ല, പക്ഷെ നമ്മളെ കാസർഗോഡ് വെച്ചിട്ട് സ്റ്റുഡൻസ് ആയിരുന്നു 4 ആൾക്കാർ. അതായത് ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോർ ഫാക്ടർ സർവൈവൽ ആണ്. നെക്സ്റ്റ് ലെവലാണ്. നമ്മള് ഇപ്പൊ യാഹുവിന്റെ ഗൂഗിളിന്റെ അടുത്ത് നോക്കിയാൽ യാഹു ആണ് ഏറ്റവും ടെക് ബീമനിൽ ഉണ്ടായ ഒരു സംഭവം. ഗൂഗിള് വന്നതിന് ശേഷം ഗൂഗിൾ ആദ്യം പറഞ്ഞു നിങ്ങൾ എന്റെ കമ്പനി എടുത്തോ, $1 million എടുത്തോ പറയുമ്പോൾ യാഹു പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇന്ന് യാഹു ഇല്ല, യാഹുവേ ഇല്ല. ഗൂഗിളാണ് ഇന്ന്
മൊത്തം കൺട്രോൾ ചെയ്യുന്ന, വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നുള്ള ഒന്ന് ഗൂഗിൾ എന്ന് പറയും. അപ്പോൾ എക്സിക്യൂഷനിലാണ് നമ്മളെ കാര്യം, എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്നുണ്ട്, അതിലാണ് നമ്മളെ ബിസിനസ്സിലെ കാര്യം. അതിനുള്ള ഒരു വേറെ തന്നെ കറേജും കാര്യങ്ങളും നമ്മൾ ഐഡിയാസ് എന്നുള്ളത് ചീപ്പറാണ്. ബട്ട് ആ ഐഡിയാസിനെ നമ്മൾ വാല്യൂബിൾ ആക്കുന്നുള്ളത് ഇതുപോലുള്ള എക്സിക്യൂഷൻ കൃത്യമായിട്ട് നമ്മൾ. ഞാനിപ്പോ കണ്ടത് വെച്ചൊരു നമ്മളൊരു ഏജ് ഫാക്ടറിൽ ഉണ്ടാകുമ്പോൾ ഉസ്മാൻ അർഫാനായിട്ട് നമ്മൊരു ഐഡിയ വരുമ്പോൾ ഐഡിയ കൊണ്ട് നമ്മൾ നിങ്ങളെടുത്ത് വരും വലിയ ഐഡിയ ഉണ്ട്, ഫസ്റ്റ് എന്തുണ്ടെങ്കിലും ഞങ്ങൾ സപ്പോർട്ടാക്കുന്ന ഒരു ഇത് വരും, നമ്മളൊരു ബാക്കിങ്. അപ്പം ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടെന്നാൽ നമുക്ക് എല്ലാവർക്കും അപ്പുറം ഇപ്പുറം സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി നമ്മളല്ല, ഇപ്പോൾ നിങ്ങളൊരു ഇവിടെ ഒരു നല്ലൊരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് എന്തോ നിങ്ങൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അർഫാൻ നിങ്ങൾ പുതിയ ഐഡിയാസ് ഞാൻ കണ്ടതാണ്, ഞാൻ കണ്ണുകൊണ്ടാണ്ട് ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു ഐഡിയാസിൽ നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുക. അത് കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാത്ത കൊണ്ടാണോ? കാരണം അത് ഞാനിപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്കിപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു പാലക്കാടത്തൊരു പയ്യന് എനിക്ക് മെസ്സേജ് ഇട്ടോണ്ടായി കോൾ. അതൊരു ദിവസം തന്നെ അവൻ എനിക്ക് 20 വട്ടൊക്കെയാണ് കോൾ ചെയ്യുന്നത്. അപ്പൊ ഇവന്റെ ഈ ഹർഫാൻ ഇവന് മെസ്സേജ് ഇടുന്നത്. അപ്പൊ എനിക്ക് അവന്റെ ക്യൂരിയോസിറ്റി കണ്ടിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞു ഓഫീസിൽ പോകാന്ന് പറഞ്ഞു. എന്താണ് ഇത്, കാരണം ഒബ്വിയസ്ലി കുറച്ച് ഇതിൻ്റെ ഇടയിൽ ഞാൻ എടുക്കാൻ അവൻ വിട്ടുപോയതാണ്. അങ്ങനെ അവൻ ഓഫീസിൽ വന്ന് അവൻ ഇരുന്ന സമയത്ത് അവൻ്റെ എനിക്ക് കണ്ടൊരു ബേണിംഗ് ഡിസൈൻ, അതായത് അവൻ വന്ന് പറഞ്ഞു പാലക്കാട് എന്നുള്ള പ്രദേശത്ത് അവിടെ ഈ കൃഷിയാണ് ഏറ്റവും കൂടുതൽ സംഭവം നടക്കുന്നുള്ളത്, കൃഷി. കാരണം അവിടെ ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ആയിട്ട് വലിയ രീതിയിൽ ഡെവലപ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ അവൻ പറയുന്ന സംഭവം ഇപ്പോൾ അവിടെ ഉള്ളത് ഒരു ബേസിക് ആയിട്ട് പഴയ രീതി മോഡൽ കൺസെപ്റ്റ് ആണ് ഇപ്പോൾ പോകുന്നുള്ളത്. എനിക്കത് ചേഞ്ച് ചെയ്യണം. ഹിസിന്റെ ബേണിംഗ് ഡിസൈൻ അല്ല, എനിക്കത് കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യണം, എനിക്കത് ചേഞ്ച് ചെയ്യണം, അത് ഈ രീതിയിൽ. അപ്പോൾ ഇവിടുത്തെ ഒരു കമ്പനി വന്നിട്ട് എനിക്ക് അതിന് സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ, കാരണം അവിടെയുള്ള ആളുകൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ റെഡിയല്ല, ഈ രീതിയിലൊക്കെയാണ് ആ ഒരു മൈൻഡ് സെറ്റ് പോകുന്നുള്ളത്. കാരണം അവിടെ എന്ത് ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ അതിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതല്ല, പുതിയൊരു സംഭവം, അതായത് പുതിയ രീതിയിൽ കൺസ്ട്രക്ഷൻ. അവൻ പറയുന്നില്ല ഞാൻ അവിടെ അത് കണ്ട് ചൈനയിൽ ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കണ്ട്, അവിടെ ഇതിൽ ബാംഗ്ലൂർ ഈ രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതല്ല, ഇതൊക്കെ എനിക്ക് പാലക്കാട് കൊണ്ടുവരണം എന്ന രീതിയിലാണ് അവൻ്റെ തോട്ട് പോകുന്നുള്ളത്. അപ്പോൾ അവിടെയുള്ളൊരു മൈൻഡ് സെറ്റ്, കാരണം അതാണ്. എന്നിട്ട് വിളിച്ച് അതിനെ തന്നെ സ്ഥിരം ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കലാണ്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. ഡിഫറൻസ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓർമ്മ വന്നോട് പറഞ്ഞാണ്. കാരണം അവൻ്റെ തോന്നിയിട്ടുണ്ടാവും ഇവർ എന്നെ സപ്പോർട്ട് ചെയ്യും. ഓരോ ആൾക്കാർ ഓപ്പ് കൊണ്ടല്ലോ ഒരാളെടുത്ത് വരുന്നത്. അവന് എൻ്റെ അടുത്തൊന്നും ആദ്യത്തെ ആളല്ല. അവന് ഏകദേശം എൻ്റെ അടുത്തേക്ക് ഞാൻ പറയാം 10ാമത് അവൻ 9 ആളെ ട്രൈ ചെയ്ത് റിജക്ട് ചെയ്തിട്ട് 10ാമതാണ് എൻ്റെ അടുത്തേക്ക് വരുന്ന. അവൻ്റെ ഉള്ളിൽ ഒരു ഫയർ എത്രയായിരിക്കും ആ രീതി. കാരണം എങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു യങ്സ്റ്ററാണ് പറഞ്ഞു ഇനി ഇവിടെ വരണോ ഫയറും ആ കാര്യങ്ങളെല്ലാം ആയിട്ട്. അതെ, കാരണം എങ്ങനെയും അതിനെ നമുക്ക് നടത്തിയെടുക്കാന്നുള്ള ഒരു ഫയർ മെയിൻ. കാരണം തുടങ്ങുമ്പോഴുള്ള ഒരു കത്തല് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. ഒരു സൂര്യൻ എന്നുള്ളത് എപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടേ നിൽക്കണം, അതൊരിക്കലും കെട്ടുപോകാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മളൊരു സ്റ്റാർട്ടിങ്. ഇങ്ങനെ ഇവന് പറഞ്ഞു ഞാൻ അതിലത് സെയിം ടോപ്പിക് റിപ്പീറ്റ് ചെയ്യുന്നതാണ് വെനിക്കിലായിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ കാസർഗോഡ് ആദ്യത്തെ ബ്രാൻഡാണ് ഏലിസ്റ്റ് ആക്ട്രസിനെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത്. റീസെന്റ് ആയിട്ട് ഒരു എനിക്കൊന്നുമില്ല ഒരു ഈ ഡിക്കേറ്റിലൊന്നും നടന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഡിസൈഡിങ് എന്തുകൊണ്ടാണ് ഡിസൈഡ് ചെയ്തത്, പിന്നെ നിക്കിലയിലേക്ക് ഫൈനലൈസ് ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ബിഗ് സ്കെയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ എന്നോട് അവിടുന്ന് തന്നെ ഇപ്പോൾ ന്യൂസിലുള്ള ആളുകളാണ് അവിടുന്ന് തന്നെ എന്നോട് ചോദിക്കുന്ന സമയം ഞാൻ പറഞ്ഞ നിഖില തന്നെ അവിടെ പറയുന്നുണ്ട് ടഫ് കോമ്പറ്റീഷൻ ഉള്ള സ്ഥലമാണ്, ടഫ് ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞ സംഭവം പറഞ്ഞെങ്കിൽ ശരിയാണ്, ടഫ് കോമ്പറ്റീഷൻ ഉള്ള സ്ഥലം. പക്ഷെ ഈ ടഫ് കോമ്പറ്റീഷൻ ഒരു സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അതിനർത്ഥം ടഫ് കോമ്പറ്റീഷൻ എന്തുകൊണ്ടാണ് അവിടെ ഉള്ളത്, അവിടെ ഓപ്പർച്യൂണിറ്റി. ഒരു ബോളിവുഡിൽ എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ആക്ടേഴ്സിൻ്റെ ഇടയിൽ, കാരണം അവിടെ അത്രയും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ട് ഫിലിമിൽ. കാര്യം അപ്പോൾ അതേ രീതിയിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ വിചാരിച്ചത് സ്കെയിലബിളായി നമുക്ക് കൊണ്ടുപോകണം. ഇതൊരു വേൾഡ് ലെവൽ കമ്പനിയിലേക്ക് നമുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം 2-3 ആക്ടേഴ്സിനെ നോക്കി നമുക്കത് ചിലതൊക്കെ ഫൈനലൈസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടെന്നായി. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് കുറച്ചും കൂടി മാർക്കറ്റിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയത് നിങ്ങളും നല്ല റാപ്പോ നമ്മൾ നല്ലൊരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. കാരണം നല്ലൊരു നിങ്ങളുടെ ഇടയിൽ നല്ല റാപ്പോ ഉണ്ടെന്ന് എനിക്ക് അറിയുമ്പോൾ പേഴ്സണലിലേക്ക് അറിഞ്ഞതുകൊണ്ടാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് പറഞ്ഞില്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇനിയും നല്ല പ്രൊജക്ട്സും എല്ലാവരും കുറേ ബിസിനസ് നിങ്ങൾക്കും എല്ലാവർക്കും നമുക്കറിയാം ബിസിനസ് ഐഡിയാസ് ആയിട്ട് നടക്കുക എന്നുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ. ഐഡിയാസ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ. അതാണ് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ഓപ്പ് ചെയ്യാൻ പറ്റും. ഇനിയൊരു ഞാൻ ഇപ്പോൾ പറയുന്നതാണ് നമ്മൾ ഗസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്
ഇനി വരുന്നൊരു ജനറേഷൻ ഇന്നിപ്പോൾ കോളേജിൽ BBA BCom അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുക അല്ലെങ്കിൽ ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ രണ്ടാൾക്ക് എന്ത് പറയാനുള്ളത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരൊറ്റ സംഭവമാണ്, അതായത് ഡ്രീം നമ്മുടെ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഡ്രീം എന്താണ്, നമ്മുടെ പാഷൻ എന്താണ്, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കാം. അതിലേക്ക് കൂടുതൽ പക്ഷെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ BBA എടുക്കുന്നവരോട് എടുക്കേണ്ടെന്നല്ല പറയുന്നില്ല. അതായത് നമുക്കൊരു ഡ്രീമും പാഷനും ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട നോളജ് ഉണ്ട്. അതിലേക്ക് വേണ്ട നോളജ് തന്നെ എടുക്കാം. അതല്ലാണ്ട് ഇപ്പൊ ഞാൻ കാണുന്ന BCom പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും ഇതിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അക്കൗണ്ട്സിൽ കയറുന്ന ആളുകളുണ്ട്. ഇപ്പൊ എനിക്കൊരു മാച്ചിങ് ഇല്ലാത്തതാണ്. ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യമാണ്, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ആദ്യം തന്നെ ഒരു +2 ഉള്ള സമയത്ത് നമ്മൾ ചിന്തിക്കാം എന്താണ് എൻ്റെ പാഷൻ. അപ്പൊ അതിലേക്കുള്ള നോളജ് തന്നെ എടുക്കാൻ ശ്രമിക്കുക, അതിലേക്കുള്ള തന്നെ ഈ വിഷനിലേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ സക്സസ് ആവും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾക്ക് അതിൻ്റെ വേ നമ്മൾ എന്തായാലും ഫൈൻഡ് ചെയ്യും. എനിക്ക് പറയാനുള്ള വെച്ചാൽ 2 കാര്യങ്ങൾ അവർ നോക്കിയാൽ മതി. ഒന്ന് വെച്ചാൽ അവരുടെ മെന്റാലിറ്റി ആണ് നെവർ ഗിവ് അപ്പ് മെന്റാലിറ്റിയാണ്. പ്രതിസന്ധികൾ വരും. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ ഇഷ്ടം പോലെ വരും. ഇപ്പോൾ നമ്മളെ ഓയോൻ്റെ റിതേഷ് അഗർവാൾ പറയുന്ന ഒരു ഇതുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്നുണ്ട്. അപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഡൗണിന് വേണ്ടി പ്രതീക്ഷിക്കലാണ്, കാരണം എപ്പോൾ വേണമെങ്കിൽ എക്സ്പെക്ട് വരാം. ഡൗൺ വരുന്ന സമയത്ത് ഈ ഡൗണിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് എങ്ങനെ നമ്മൾ ആ മുമ്പത്തെ കോട്ട് ഉണ്ടല്ലോ, ഞാൻ റോങ് ഡിസിഷൻ എടുക്കല്ല, ഞാൻ ഡിസിഷൻ എടുക്കാൻ കറക്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നമ്മൾ നെവർ ഗിവ് അപ്പ് മെന്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാം. ഇടയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് കാര്യത്തിന് പോവാതെ ആ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വരില്ല. പിന്നെ പേഷ്യൻസ്, പിന്നെ അതിൽ കൂടുതൽ പേഷ്യൻസ് നെക്സ്റ്റ് ലെവൽ. അത് എന്ത് കാര്യത്തിലാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് നല്ലൊരു സെലിബ്രിറ്റി നല്ല ഇറക്കി നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുന്നില്ല. നമ്മളതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടുണ്ട്. അതിനനുസരിച്ച് അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. നമുക്ക് കാണാം. താങ്ക്സ് ഫോർ ദ ഡേ, താങ്ക്സ് ഫോർ ദ ടൈം. Thank you for inviting us. Okay, thank you.